ഇത് രാവിലെ എന്ന് പറഞ്ഞാൽ രാവിലെ 5 മണിയായിട്ട് വന്ന വണ്ടികളാണ്. കാരണം 100ഓളം വണ്ടികൾ എല്ലാം എന്ന് പറഞ്ഞാൽ ഈ 12 വീല് 10 വീലുള്ള വണ്ടിയാണ് കൂടുതലും ഈ ലോഡും കയറി പോണത്. ഇത് ഒന്നാമത് ഇത് പഞ്ചായത്ത് റോഡാണ്. പഞ്ചായത്ത് റോഡിൽ അതിനുള്ള 8 മീറ്റർ വീതിയില്ലാത്ത റോഡ് ഇത്രയും ഈ 10 വീലും 12 വീലും ഉള്ള വണ്ടി കൊണ്ടുപോകാനുള്ള ഓർഡർ പോലുമില്ല. ഈ പാലം ഈ വണ്ടി മറിഞ്ഞിരിക്കുന്ന താഴ്വശത്തെ പാലം എന്ന് പറഞ്ഞാൽ 45 വർഷം പഴക്കമുള്ള പാലമാണ്. അന്നത്തെ കൺസ്ട്രക്ഷന് വേണ്ടി അതിന് അടിയിലെ കംപ്ലീറ്റ് കമ്പിയും തെളിഞ്ഞിരിക്കുകയാണ്. ഈ വണ്ടി ഞാൻ 10 ദിവസം 1 മാസം ഓടുമ്പം തന്നെ ഈ പാലം നിലം പതിക്കുകയും എല്ലാം ചെയ്യും. ഈ അധികാരികളുടെ ആരുടെ ഏത് അപ്ലിക്കേഷൻ കൊടുത്തിട്ടും ഇതൊന്നും ഇതാവുന്നില്ല. ഇന്നത്തെ അവസ്ഥ കണ്ടോ? ഇന്നെന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് അമിതമായി ലോഡും കയറ്റി പോയ വണ്ടിയാണ് ഈ മറിഞ്ഞത്. പറഞ്ഞാൽ അവിടെ നിന്ന് വന്ന വണ്ടിക്ക് സൈഡ് കൊടുക്കുക, വണ്ടി അവിടെ നിന്ന് വണ്ടി ചവിട്ടിയിട്ട് ഈ തേരിയിട്ട് ചെന്ന് നിലം പതിക്കണം. അതിന്റെ തൊട്ട് താഴെ തന്നെ CCTV ഉണ്ട്. കംപ്ലീറ്റ് അതിൽ നോക്കിയാൽ കാണാം. ഈ പോസ്റ്റ് സർക്കാരിന്റെ പോസ്റ്റും ഇടിച്ചു മറിച്ചു. അത് സ്കൂൾ സമയമാണ് ഇത് പോയതും. സ്കൂളിന്റെ ഏതെങ്കിലും